സതീശ അയാളോടൊന്ന് സമാധാനപ്പെടാൻ പറ. ഞാൻ നാട് വിട്ടു പോകത്തൊന്നുമില്ലോ. ആ കാണാം, നാളെ കാണാം. ഇഷ്യൂ മാത്രമേ ഉള്ളൂ, നമുക്കിത് പരിഹരിക്കാം. ഇതിനകത്തിപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും? സാർ, ഇപ്പോൾ നമ്മളൊരു സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സാർ. കഴിഞ്ഞ 6 മാസമായിട്ട് താൻ ഇത് തന്നെയല്ലേ പറയുന്നത്? സാർ, പിന്നെ ഈ വാട്ടർ ലോഗ് ഉണ്ടാകുന്നുള്ള കാര്യം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലോ സാർ. 2 തുള്ളി വെള്ളം വീണപ്പം ആ കെട്ടിടം ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ താനൊക്കെ എന്തും പണി അവിടെ പണിഞ്ഞ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇതുപോലൊരു അവസ്ഥ. സാർ അത് നോക്കി. ആ ഇത് നോക്കിയേ. പുതിയ മാർക്കല്ലേ? പുതുതാ. ഇത് പിടിച്ചേ സാറേ, വെള്ളം. താങ്ക് യു. നാളെ പെരിയാറ് നോക്കാം. അയ്യോ സാറേ, നാളെയും കാണുകയില്ല. അതെന്നാ? എനിക്കൊന്ന് വീട് വരെ പോകണമായിരുന്നു. റോയ് വന്നില്ലേ? ഇപ്പോൾ വരുമായിരിക്കും. വിളിച്ചിട്ടെടുത്തില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഒരു തംസപ്പ് വന്നായിരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കാലത്തിനടുത്ത ശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്ന മറിയാമ്മച്ചിയുടെ ആത്മാവിന് നിത്യാനന്ദം നൽകുമാറാകണമേ. ആമേൻ. ചേട്ടാ, ഇത് അവനോട് ചേട്ടായി ഒരൊറ്റ വരെയും വിളിച്ചു. ചേട്ടാ സാറും ഇത് തയ്ക്കാ ചേട്ടായി. തയ്ക്കാം. നമ്മുടെ ആ മഠത്തിൽ അരുണില്ലേ, അവൻ കാനഡയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന. അവൻ കാനഡ എത്തിയോ? ഇവിടെ ഏലത്തിന് ചൂട് കളിച്ചോണ്ടിരുന്ന ചക്കരാ. ഇറങ്ങി വാടാ. വാടാ. റോയി, നീ എങ്ങനെയാണ് പണിക്കൊന്ന് പോയി ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പനെ ഊറ്റിയിട്ട് ഒന്ന് പോകട്ടെ. എനിക്കേ നല്ല മാന്യമായ ജോലി ഉണ്ട് കേട്ടോ. ജോലി ആ വർഗീസേട്ടനെ മോളുടെ പുറകെ കിടക്കാനുള്ള കാശെങ്കിലും കിട്ടുവാടാ. ഇതിലൂടെ അങ്ങനെ ഒരു പരിപാടി കേട്ടെ, 100 രൂപ തന്നതല്ലോ. അവന് നല്ല ഫ്രണ്ടാ. ഞാനേ സ്ഥലം തീയും കൂടാ. നിന്റെ ഈ വെള്ളത്തിലൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടല്ലോ. എടാ, നീ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്ക്. വലത്തറച്ച് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് എത്ര നാളായല്ലേ? ആന്നേ,
നമ്മളിങ്ങനെ വല്ലപ്പോഴും കൂടിയാൽ പോരുന്നേ. ഇത്തവണ അപ്പൻ്റെ പിറന്നാൾ നമുക്കങ്ങ് ആഘോഷമാക്കിയാലോ? ആ അത് നല്ല ഐഡിയ. എന്നാത്തിനാടാ? വീതം വെപ്പിനാണോ? എൻ്റെ അപ്പം അപ്പനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാണ്? ഞങ്ങളുടെ കൂടെ വന്ന് നിന്നൂടെ? എന്നാത്തിനാ പിവാസി? എന്നേലും വന്നു പോയാൽ ആര് നോക്കും? എന്തോ ഒരു സ്നേഹമാണോ. നീ ബീഫ് എടുത്ത് കഴിക്കാൻ നല്ലതാണ്. പോയേക്കോണേ. ടാറ്റാ. ഓ ഫ്രൈഡേ PTA മീറ്റിംഗ് ഉണ്ട്. അമ്മ ഒരുടി. വേണ്ട, എന്താണ്? പപ്പ വന്നാൽ മതി. എന്താണ് നീ അവിടെ വല്ലതും ഒപ്പിച്ചാ? ചെറുതായിട്ട്. അവരെന്നെ കൊല്ലുവോ? ഏയ് അത്രയ്ക്കൊന്നുമല്ല. ഞാൻ വരാം. താങ്ക് യു പപ്പ. എല്ലാം ഓക്കെയാണ്, പക്ഷെ പഠിത്തം ഉഴപ്പിയാലാണ്. മമ്മി രാവിലെ ഇച്ചിരി കലിപ്പ് മോടാണ്. എന്ത് പറ്റി? അറിയത്തില്ല. ആനി, ആ ദോശ കലക്കി. ഹലോ, ഇതെന്നാ പറ്റി? ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. കാര്യം പറ നീ. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ കെട്ടിപ്പിടിച്ചോണ്ട് ഈ കാട്ടുമുക്കിൽ ഇരിക്കത്തേ ഉള്ളൂ. ആ അത്രേ ഉള്ളോ? എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു. നീ എന്താ നോക്കണത്? എടുത്ത് കഴിക്ക്. എൻ്റെ ആനി, ഞാൻ ഇന്നലെ അപ്പനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒന്ന് അടങ്ങ്, നമുക്ക് ശരിയാക്കാന്ന്. ശരിയാക്കും. ഞാൻ എത്ര കൊല്ലം ഇത് കേൾക്കുന്നു. അയ്യോ 9:00 വേണ്ടാ, കഴിച്ച് വെച്ചേ. മോള് വെച്ചു.